ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ 10th CBSE ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്ന റിയൽ നമ്പേഴ്സ് വിത്തിൻ 1 hour നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കോൺസെപ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് എക്സസൈസ് ആൻഡ് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ട് എക്സാമിന് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഗിവൺ ദാറ്റ് HCF ഓഫ് 657 equal to 9. Find LCM of 306,657. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞത് HCF ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. LCM കാണാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മളോട് 306ൻ്റെയും 657ൻ്റെയും ആണ് കാണാൻ പറഞ്ഞത്. ആൻഡ് നമുക്കറിയാം എന്ത്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഹയസ്റ്റ് പവറിൻ്റെത് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? LCM കിട്ടും. ആൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടറിൻ്റെത് ലീസ്റ്റ് പവർ വെച്ചിട്ടാണ് നമ്മൾ HCF കാണുന്നത്, അല്ലേ? ബട്ട് ഇവിടെ നമുക്ക് HCF തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട LCM വിത്ത് HCF ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് LCM കാണാൻ HCF ഉപയോഗിച്ചിട്ടാണ് എന്ത് LCM കണ്ടുപിടിക്കേണ്ടത്. അത് ഓർമ്മയിൽ വേണം. ഓക്കെ, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് LCM കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് ട്രിക്ക് നമുക്കറിയാം, അല്ലേ? നമുക്ക് എന്തായിരുന്നു അറിയുന്നത്? LCM ഓഫ് A, B into HCF ഓഫ് A, B will be equal to the product of A and B. Okay, where A and B are some integers or some composite numbers. So LCM and HCF നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, പ്രൊഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF എന്താണ്? ABക്ക് ഈക്വൽ ആണ്. ആൻഡ് LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് LCMൻ്റെ ഇക്വേഷൻ കിട്ടിക്കൂടെ? AB ഡിവൈഡഡ് ബൈ HCF ഓഫ് A, B. ഓക്കെ, ക്ലിയർ ആണ്? നോ ഡൗട്ട്സ്. ആൻഡ് AB കണ്ടുപിടിക്കാം. A ഇവിടെ എത്രയാടാ? 306 ആണ്. ആൻഡ് B വരുന്നതോ 657 ആണ്, അല്ലേ? സോ എനിക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് കിട്ടുന്നത് 201,042 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഓക്കെ, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 201,042 ആണ് എനിക്ക് AB വരുന്നത്. ഓക്കെ, നമ്മളപ്പം LCM ഓഫ് 306,657 ആണ് കാണുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് 306 ആൻഡ് 657 ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ HCF ഓഫ് AB. HCF ഓഫ് AB എന്താണ് ഇവിടെ? HCF ഓഫ് 306,657 ആണ്, അത് 9 ആണ്. സോ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആൻസർ വരുന്നത് 22,338 ആണ്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഡിവിഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഫൈനൽ ആൻസർ വരുന്നത് 22,338 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മെയിനായിട്ട് ഈ കോൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടാവണം. LCM ഇൻറ്റു HCF എന്താണ്? AB ആണ്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ വൈ 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. ഓക്കെ, നമുക്കിവിടെ നേരിട്ട് കോമ്പോസിറ്റ് നമ്പർ തന്നിട്ടില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പോസിറ്റ് നമ്പർ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ദ നമ്പർ വിച്ച് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആണ്. നമുക്ക് ഒരു നമ്പർ ഉണ്ട്, അതിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ആൻഡ് ഇവിടെ നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നമ്പറിനെ 7 into 11 into 13 plus 13 ആണ് തന്നിട്ടുള്ളത്, അല്ലേ? ആൻഡ് എൻ്റെ സെക്കൻഡ് നമ്പർ എത്രയാടാ? 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഇടയിൽ ഒരു പ്ലസ് കൂടെ കിടക്കുന്നുണ്ട്, അല്ലേ? ആൻഡ് നമുക്കറിയാം ഇവിടെ 2 ടേം ആക്കി ഞാൻ, അതായത് പ്ലസ് വരുന്ന സമയത്ത് എനിക്ക് 2 ടേം ആയിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ 7 into 11 into 13 അതൊരു ടേം, പ്ലസ് 13 അത് സെക്കൻഡ് ടേം. ഇവിടെ 2ലും എനിക്ക് 13 കോമൺ ആണല്ലോ, അല്ലേ? കോമൺ ആണ്. സോ എനിക്ക് എന്ത് ഇവിടെ കോമൺ ആക്കി എടുക്കാം? 13 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കോമൺ ആക്കി എടുക്കാം ഈ ഒരു വാല്യൂവിൽ. സോ ഇതെന്തിന് ഈക്വൽ ആണ്? 13 ഇൻറ്റു ഇവിടെ 13 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? 7 into 11
പ്ലസ് ഇവിടെ 13 എന്ന് വെച്ചാൽ എന്താ ശരിക്കും 13 × 1 ആണ്. സോ ആ 1 അവിടെ ബാക്കി ഉണ്ടാവണം 1. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 13 × 7 × 11 + 1 എന്ന് എഴുതാൻ പറ്റി അല്ലേ. അപ്പോൾ എനിക്കിവിടെ എന്താ എഴുതാൻ പറ്റി? ഇവിടെ നമുക്കൊരു നമ്പറാണ് തന്നിരുന്നത്. നമ്പർ എന്താണ്? 7 × 11 × 13 + 13 ആണ്. അത് സം വാല്യൂ ആണ്. ഞാനിപ്പോൾ സം എ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, എന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി? 13 × 7 × 11 + 1 എഴുതാൻ പറ്റി. 2 ടേം ആക്കി എഴുതാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എന് എനിക്ക് എന്ത് പറയാം? എന്റെ ഒരു ഫാക്ടറാണ് 13 എന്ന് പറയാം അല്ലേ. എന് എനിക്ക് 13 × 7 × 11 + 1 എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനെ നമുക്ക് എ × ബി എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ഫാക്ടേഴ്സ് ആണ് സ്മോൾ എയും സ്മോൾ ബിയും അല്ലേ. അതേപോലെ എനിക്ക് എന്ത് പറയാം? എയുടെ ഒരു ഫാക്ടറാണ് 13 എന്ന് പറയാം അല്ലേ. സോ 13 is a factor of given number അല്ലേ, given number. And obviously we have that ഒരു നമ്പറിന് ആ നമ്പറും അതേപോലെ 1ഉം ഫാക്ടറാണ്. സോ ഇറ്റ്സെൽഫ് എന്തായി? നമുക്ക് 2 ഫാക്ടേഴ്സ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ആ നമ്പറും കൂടാതെ 1ഉം. ആൻഡ് 13ഉം ഇതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് കിട്ടി. സോ the number have more than 2 factors അല്ലേ. 2 ഫാക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടി അല്ലേ. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ക്ലിയർ ആണോ? കോമ്പോസിറ്റ് നമ്പറിൻ്റെ കണ്ടീഷനാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. കോമ്പോസിറ്റ് നമ്പറിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് നമ്പർ കോമ്പോസിറ്റ് ആണെന്ന് കിട്ടും. ഇൻ എ സെയിം വേ നമുക്കിവിടെ 7 × 6 × 5 × 4 × 3 × 2 × 1 അവിടെ +5 വന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ടേമിൽ 5 കോമൺ ആണ്. ആൻഡ് ഇവിടെ 5 × 1 ആണല്ലോ 5. സോ ഇവിടെയും ഒരു 5 കോമൺ ആണ്. പ്ലസിനെ 2 ടേം ആക്കി എടുത്തു കഴിഞ്ഞാൽ, പ്ലസിൻ്റെ ഇടയിൽ അപ്പുറവും ഇപ്പുറവും ആയിട്ട് ഞാൻ 2 ടേം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ടിലും 5 കോമൺ ആണ്. അപ്പോൾ എനിക്ക് 5 × 7 × 6 × 4 × 3 × 2 × 1 + 1 എന്ന് എഴുതാലോ. സോ എനിക്ക് ഇവിടെയും എന്ത് സെയിം വേയിൽ പ്രൂഫ് പറയാം. 5 എന്താണ്? 5 ഈസ് എ ഫാക്ടർ ഓഫ് ഗിവൺ നമ്പർ. ഓക്കെ, ഗിവൺ നമ്പർ the number have more than 2 factors. സെയിം സാധനം ഇവിടെ എഴുതാം. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. നോക്കുക, ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. ആൻഡ് വി ഹാവ് ഓൾറെഡി പ്രൂവ്ഡ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയി കാണാം. ആൻഡ് പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്പർ ഒന്ന് മാറി 3 ആയെന്നേ ഉള്ളൂ. ഓക്കെ, സോ പ്രൂഫ് വരുന്നത് നോക്കുക. നമ്മളോട് √3 ഇറാഷണൽ ആണെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ വീണ്ടും നാഗവല്യാവുക. എന്താ ചെയ്യേണ്ടത്? √3 ഇറാഷണൽ അല്ല, റേഷണൽ ആയിക്കൂടെ എന്ന് ചോദിക്കാം. അതെന്താ? √3 റേഷണൽ ആയാൽ എന്നുള്ള പോലെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്ത്? അസ്യൂം ദാറ്റ് √3 ഈസ് റേഷണൽ. അപ്പം നമ്മൾ നേരെ പോകേണ്ടത് എങ്ങോട്ടാ? √3 റേഷണൽ ആണെങ്കിൽ നമുക്ക് √3നെ എങ്ങനെ എഴുതാൻ പറ്റും? √3 = p/q അല്ലേ, വേർ p and q ആർ കോപ്രൈം. ഓർത്ത് വെക്കുക, കോപ്രൈം. എന്തായിരുന്നു കോപ്രൈം? പിക്കും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അങ്ങനെ എഴുതുന്ന റേഷണൽ നമ്പേഴ്സാണ് p/q എന്ന് പറയുന്നത്. ആൻഡ് q എന്താവരുതടാ? q ≠ 0. ഓക്കെ, q ≠ 0 ആവരുത് എന്നല്ല, q = 0 ആവരുത്. ഓക്കെ, ആൻഡ് p and q ആർ എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ് ആൻഡ് കോപ്രൈമും ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുക. സോ എനിക്ക് എന്ത് കിട്ടും? 3 = p²/q². ഓക്കെ, നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 3 = p²/q² എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ വേർഡ്സ് ഒക്കെ നിങ്ങൾ എഴുതുക. സ്ക്വയർ ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ 1. ഞാൻ ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. സോ ഇക്വേഷൻ 1നെ എനിക്ക് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നു? 3 = p²/q² എന്ന് കിട്ടുന്നു. ആൻഡ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? p
പി സ്ക്വയർ ഈക്വൽ ടു 3q² എന്ന് വരുന്നു അല്ലേ? ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ ഹാവ് എ ഫാക്ടർ 3 അല്ലേ? പി സ്ക്വയറിന് ഒരു ഫാക്ടർ 3 ഉണ്ട്. ആൻഡ് പി സ്ക്വയറിനെ ഫാക്ടർ 3 ആണെങ്കിൽ, അതായത് 3 പി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ഓൾസോ ഡിവൈഡ്സ് പി അല്ലേ? നമ്മുടെ തിയറം, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തിയറമാണെന്ത്? പി സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്പറിനെ 3 എന്ന് പറയുന്ന ഒരു പ്രൈം ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു പ്രൈം പി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറിനെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എ സ്ക്വയറിനെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനെയും പി ഡിവൈഡ് ചെയ്യും. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ ഇവിടുത്തെ പി എന്താണ്? ഒരു നമ്പർ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്, ഒരു നമ്പറാണ് പി. ആൻഡ് ഇവിടുത്തെ പ്രൈമാണ് 3 പി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 3 എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയും പോലെ 3 പി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 3 ഓൾസോ ഡിവൈഡ്സ് പി. ഇതെൻ്റെ ഒരു സ്റ്റാർ ഇക്വേഷനാണ്. ഓക്കെ, ഇതെനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ. ആൻഡ് 3 ഡിവൈഡ്സ് പി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി എന്ന് പറയുന്നത് സം 3k ആണെന്ന് പറയാം അല്ലേ? 3 ഇൻറ്റു സം വാല്യൂ ആണല്ലോ പി. എന്നാലല്ലേ പിനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഇക്വേഷൻ ഞാൻ വീണ്ടും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് പി സ്ക്വയർ ഈക്വൽ ടു 3² ഇൻറ്റു k² അഥവാ 9k² എന്ന് എനിക്ക് എഴുതാമല്ലോ അല്ലേ? 9k². ഇതെൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ. ആൻഡ് ഫ്രം 2 and 3, ഫ്രം ഇക്വേഷൻ നമ്പർ 2 and 3 എനിക്ക് എന്ത് കിട്ടൂടാ? രണ്ട് സൈഡിലും, രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുന്ന സമയത്ത് പി സ്ക്വയർ ആണുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോഴോ ഒരു സൈഡിൽ 3q² ആണ്, ഒരു സൈഡിൽ 9k² ആണ്. സോ എനിക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 3q² ഈക്വൽ ടു 9k² എന്ന് കിട്ടും ആണല്ലോ. ഇനി ഞാൻ q² മാത്രം ഇവിടെ വെക്കുന്ന സമയത്തോ 3 എനിക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡിവൈഡ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ആണ് 3q² കൂടെ. സോ 3 അവിടെ പോകുമ്പോൾ അവിടെ ഡിവിഷൻ നടക്കുന്നു. 9 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 3k² എന്ന് കിട്ടി. ഇതാണ് എൻ്റെ നാലാമത്തെ ഇക്വേഷൻ. ഓക്കെ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാടാ? q² ഈക്വൽ ടു 3k² ആയതുകൊണ്ട് 3 ഈസ് എ ഫാക്ടർ ഓഫ് q². അതുകൊണ്ട് നമുക്ക് എന്തുകൂടെ പറയാം? 3 ഈസ് എ ഫാക്ടർ ഓഫ് q ഓൾസോ. ഓക്കെ, ഇതെൻ്റെ സെക്കൻഡ് സ്റ്റാർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റാർ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് എന്ത് കിട്ടി? 3 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് പി ആൻഡ് ക്യൂ അല്ലേ? പിക്കും ക്യൂവിനും 3 ഒരു കോമൺ ഫാക്ടർ ആണ്. സോ ദിസ് കോൺട്രഡിക്റ്റ് അവർ അസംഷൻ. ഓക്കെ, നമ്മുടെ അസംഷൻ എന്തായിരുന്നു? നമ്മുടെ അസംഷൻ എന്തായിരുന്നു? പി ആൻഡ് ക്യൂ ആർ കോപ്രൈം ആണ്. എങ്ങനെ? √3നെ p/q ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ പി ആൻഡ് ക്യൂ കോപ്രൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആൻഡ് 3 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് കിട്ടി. അതുകൊണ്ട് എന്താണ്? പിയും ക്യൂവും കോപ്രൈം അല്ല. ദിസ് കോൺട്രഡിക്റ്റ് അവർ അസംഷൻ. ഓക്കെ, √3 ഒരു റേഷണൽ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ പിയും ക്യൂവും എന്തായിരിക്കണം? കോപ്രൈം ആയിരിക്കണം. കോപ്രൈം ആവണമെന്നുണ്ടെങ്കിൽ അതിന് കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇവിടെ പിക്കും ക്യൂവിനും 3 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്ന് നമ്മൾക്ക് കിട്ടി. സോ ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. ഹെൻസ് എന്ത് കിട്ടി? √3 ഈസ് ഇറാഷണൽ. അല്ലെങ്കിൽ എന്താണ്? √3 റേഷണൽ അല്ല. ഓക്കെ, √3 റേഷണൽ അല്ല, മറിച്ച് √3 ഈസ് ഇറാഷണൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രൂഫ് ക്ലിയർ ആണല്ലോ അല്ലേ? സോ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കുക, ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഇത്ര ലോങ് അല്ല. നമ്മൾ ഇതുവരെ ചെയ്ത √3യുടെ അല്ലെങ്കിൽ √2യുടെ ഒക്കെ പ്രൂഫ് പോലെ അത്ര ലോങ് അല്ല. അടുത്ത ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ്
3 + 2√5 ഈസ് ഇറേഷണൽ. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ വീണ്ടും നാഗവല്ലി ആവുന്നു. 3 + 2√5 റേഷണൽ ആണെന്ന് അങ്ങോട്ട് വാദിക്കാം. 3 + 2√5. ഓക്കെ, അസ്യൂം ചെയ്യുക. അസ്യൂം 3 + 2√5 ഈസ് റേഷണൽ. അതെന്താ ആയിക്കൂടെ, റേഷണൽ ആയിക്കൂടെ എന്ന് അസ്യൂം ചെയ്യുന്നു നമ്മൾ. ഓക്കെ, സോ എനിക്ക് എന്ത് എഴുതാം? 3 + 2√5 = p/q അല്ലേ, വേർ p and q ആർ ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇവിടെ ഞാൻ എന്തെടുക്കുന്നില്ല, പിയും ക്യൂവും കോപ്രൈം ആണെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, പറയുന്നുമില്ല. പിയും ക്യൂവും എന്താണ്, ഇൻറ്റീജേഴ്സ് ആണെന്ന് എടുക്കുന്നു. ആൻഡ് ക്യൂ ഒരിക്കലും 0 ആവരുത്. അത് എപ്പോൾ റേഷണൽ നമ്പർ എഴുതുമ്പോഴും ക്യൂ ഒരിക്കലും 0 ആവരുത്. ഓക്കെ, ആൻഡ് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ p/qനെ, ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെ? √5നെ മാത്രം അവിടെ വെക്കുക, ബാക്കിയുള്ളതിനൊക്കെ p/qൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലസ് ആൻഡ് മൈനസ് ടേംസുകളെയാണ് ഇക്വേഷൻ്റെ അടുത്ത് p/qയുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ആരാ കിടക്കുന്നത്? 3 ആണ് ഒരു പ്ലസ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. 2 ഇവിടെ √5 ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 ആണ് ഒരു അഡീഷൻ ഫോമാറ്റിൽ അവിടെ കിടക്കുന്നത്. സോ ഞാൻ 3നെ ആദ്യം തന്നെ p/qയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് 2√5നെ ഞാൻ അവിടെ വെച്ചു. p/q -3 എന്ന് വന്നു. ആൻഡ് ഇതെന്തിന് ഈക്വലാടാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. p/q -3 എന്ന് പറയുന്ന സമയത്ത് q × 3, q × 3യും അതേപോലെ p × 1ഉം. p × 1 p മൈനസ്, ഇവിടെ ഏതാണോ സൈൻ അതാണ് മൈനസ്, -3q / q. ഇതാണെന്ത്? 2√5 എന്ന് വന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇതിൽ നിന്ന് വീണ്ടും √5ഉം 2ഉം തമ്മിൽ എന്താ കണക്ഷൻ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പം ഡിവിഷൻ ആവും. ഡിവിഷൻ ആണ് ഓപ്പോസിറ്റ് സൈഡ് പോകുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. പ്ലസ് ആണ് ഓപ്പോസിറ്റ് സൈഡ് പോകുന്നതെങ്കിൽ മൈനസ് ആവും. മൈനസ് ഓപ്പോസിറ്റ് പോകുമ്പോൾ പ്ലസ് ആവും. പ്ലസ് ആവും. ഓക്കെ, സോ √5 = 2ന് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവിടെ RHS പോകുന്ന സമയത്ത് എന്താവും? ഡിവിഷൻ ആവും. p - 3q q / 2 ആണ്. അപ്പോൾ ഇവിടെ അത് ഡിനോമിനേറ്റർ തന്നെയാണ് കിടക്കുക. 2q എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ പിയും ക്യൂവും ഒക്കെ എന്താണ്? ഇൻറ്റീജേഴ്സ് നമ്പറാണ് അല്ലേ. ഇൻറ്റീജേഴ്സ് നമ്പറാണ്. ഇൻറ്റീജേഴ്സ് നമ്പർ തമ്മിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇൻറ്റീജേഴ്സ് തന്നെയാണ് വരാൻ പോകുന്നത്. സോ അപ്പർ പാർട്ടിൽ നമ്മളെ ന്യൂമറേറ്ററിലും ഒരു ഇൻറ്റീജറാണ്, താഴെ ക്യൂ ഒരു ഇൻറ്റീജറാണ്. ക്യൂയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്യൂയുടെ ഒരു സ്കേലാർ മൾട്ടിപ്പിളും എന്തായിരിക്കും? എപ്പോഴും ഇൻറ്റീജർ തന്നെയായിരിക്കും അല്ലേ. ഇതും ഇൻറ്റീജറാണ്, ഇതും ഇൻറ്റീജറാണ്. ഓക്കെ, സോ p - 3q / 2q. നമ്മുടെ RHSൽ ആരാ കിടക്കുന്നത്? RHSൽ ഒരു ഇൻറ്റീജറാണ് കിടക്കുന്നത് അല്ലേ. ഇൻറ്റീജർ അല്ല, ഇൻറ്റീജറാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കിടക്കുന്നത്. ഇവരാരാണ്? ഒരു റേഷണൽ നമ്പറാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. ഇതൊരു റേഷണൽ നമ്പറാണ്. ആര്? p - 3q / 2q. പക്ഷേ നമ്മുടെ √5 എന്താടാ? √5 ഇറേഷണൽ അല്ലേ. ഈ ഇറേഷണലും റേഷണലും തമ്മിലുള്ള ബന്ധം എന്താ? അവർ തമ്മിൽ ഒരിക്കലും ബന്ധമില്ലാത്തവരാ. അവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഇറേഷണൽ വേറെ, റേഷണൽ വേറെ. സോ ഇറേഷണലും റേഷണലും ഈക്വൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ 3 + 2√5 ഈസ് റേഷണൽ ആണെന്ന് അങ്ങ് പറഞ്ഞു. നാഗവല്ലിയായി 3 + √5 റേഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പ്രൂവ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? √5 = p - 3q / 2q. ഈ p - 3q / 2q ഒരു റേഷണൽ നമ്പറാണ്. ആൻഡ് √5 ഇറേഷണൽ ആണ്. √3, √2, √5 എന്നൊക്കെ പറയുന്നത് ഇറേഷണൽ ആണ്. അത് നമുക്കറിയാം. സോ ഇതൊരിക്കലും പോസിബിൾ അല്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ ആ സ്റ്റൈലിഷ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് പറയാ? This contradict our assumption. Okay, this കോൺട്രഡിക്ഷൻ മെത്തേഡാണ് കേട്ടോ നമ്മളിത് ശരിക്കും യൂസ് ചെയ്യുന്നത്. കോൺട്രഡിക്റ്റ് അഥവാ നാഗവല്ലി. ദിസ് കോൺട്രഡിക്റ്റ് അവർ അസംഷനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. റേഷണൽ ആണെന്ന് ചിന്തിച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന സമയത്ത് അത് റേഷണൽ ആയില്ല.
റേഷണലിൻ്റെ കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നില്ല. സോ ദിസ് കോൺട്രഡിക്റ്റ് അവർ അസംഷൻ. ഹെൻസ് 3 + 2√5 ഈസ് irrational. ഓക്കെ, സോ ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ 3 അല്ലെങ്കിൽ 5 -√3 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇത് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. ക്ലൂ എന്താണ്? അസ്യൂം. എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ഇറേഷണലിനെ റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. പെട്ടെന്ന് നാഗവല്ലിയായിട്ട് റേഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ടോ ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. P/Q ഫോർമാറ്റിൽ എഴുതിയിട്ട് റീഅറേഞ്ച് ചെയ്യുക. ഒരു സൈഡിൽ ഇറേഷണലിനെ വരുത്തുക, ഒരു സൈഡിൽ റേഷണലിനെ വരുത്തുക. √3 ആണ് നമ്മുടെ ഇറേഷണൽ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ √3 ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ തന്നെ P/Qൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വരുന്ന കണക്ഷൻസും റിലേഷൻസും ഒക്കെ ആക്കിയിട്ട് മാറ്റി എഴുതുക. എന്നിട്ട് ഇത് പോസിബിൾ അല്ല, അതുകൊണ്ട് ഇത് കോൺട്രഡിക്റ്റ് അവർ അസംഷൻ. ഹെൻസ് 3+ അല്ലെങ്കിൽ 5 - √3 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ത്രൂ എനിക്ക് അറിയിക്കുക. ഓക്കെ, ആൻഡ് ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്യുക. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.